എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ചില വീഡിയോ എല്ലാം കാണുമ്പോൾ ചില ആൾക്കാർ എന്നെ അറിയാവുന്ന ചില ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് സൗണ്ട് കൂട്ടണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിനി അടുത്ത വീഡിയോ നല്ലൊരു എന്താ പറയണ്ടേ ഒച്ചത്തിൽ സംസാരിച്ചിട്ടെല്ലാം ശ്രമിക്കുക. എന്തായാലും അങ്ങനെ തന്നെ ചെയ്യും. ഈ പറയുന്ന പോലെ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയൊരു ഒച്ച അടപ്പുണ്ട്, ശ്വാസം മുട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഒച്ച മാക്സിമം ചെയ്യുന്നുണ്ട്, പക്ഷേങ്കിൽ ഒച്ച കിട്ടുന്നില്ല. അതെല്ലാം മാറ്റിയിട്ട് അടിപൊളിയായിട്ട് വീഡിയോ ഇടും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പം തലശ്ശേരിക്ക് ഞാൻ പോയിട്ട് വന്നിട്ടും പോയിട്ട് അടുത്തതും ഞാൻ കാണിച്ചു തരാം. എന്തിനാണ് ഞാൻ പോകുന്നതെന്നും അത് എല്ലാം ഞാൻ വീഡിയോ ഞാൻ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ എനിക്ക് ഓട്ടോറിക്ഷ കിട്ടീനെ. ഞാൻ വിചാരിച്ചു എന്തായാലും ഓട്ടോയിലങ്ങ് പോട്ടെ. ഓട്ടോയിൽ പോകേണ്ട ദൂരമൊന്നുമില്ല ബസ്സിൻ്റെ അടുത്തേക്ക്, പെട്ടെന്ന് എത്തും. പക്ഷേ എനിക്ക് നല്ല ശ്വാസം മുട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും 10 റുപ്യല്ലേ കൊടുക്കണ്ടു എന്ന് വിചാരിച്ചിട്ട് ഓട്ടോ കയറിയിട്ട് മൂപ്പർ പൈസയും വാങ്ങിയിട്ടില്ല. എൻ്റെ അടുത്ത് ചില്ലറയില്ല. അപ്പോൾ എനിക്ക് ബസ് കിട്ടിയെന്ന് അറിയുമ്പോൾ എനിക്ക് KSRTC ബസ്സാണ് കിട്ടിയത്. എനിക്ക് ഏറ്റവും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ബസ് KSRTCയാണ്. എന്നാണെന്നറിയില്ല, അതിലെന്തോ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഇരുന്നിട്ട് പോവാം. അങ്ങനത്തെ മാതിരിയൊന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എനിക്ക് KSRTC കിട്ടിയതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ഞാൻ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് 10-18 കൊല്ലത്തോളമായി ശ്വാസം മുട്ടിൻ്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന എനിക്കില്ലേ, ഇപ്പം ഞാനിത് അക്യുപഞ്ചർ എന്നുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് എനിക്ക് ചെറിയൊരു മാറ്റം വന്നു തുടങ്ങിയത്. ഞാനിന്ന് തലശ്ശേരി ചെറുക്കരാടത്തേക്കാണ് വന്നത്. കണ്ടോ, എൻ്റെ തലയിലും കാലും തലയും മൊത്തം സൂചി ഇങ്ങനെ തറച്ച് വെച്ചിട്ടുണ്ട്. എനിക്കൊന്നൊരു 20 സൂചിയോളം എൻ്റെ ശരീരത്തിൽ ഇന്ന് കുത്തിയിട്ടുണ്ട്. നെറ്റിക്കും തലക്കെല്ലാം കുത്തുമ്പോൾ ചെറിയൊരു വേദന ഉണ്ട്. എന്നാലും ഞാൻ ഇംഗ്ലീഷ് മരുന്നിനെ കുറ്റം പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും പോകുന്നതല്ല. പക്ഷേങ്കിൽ ഡോക്ടർമാർ തന്നെ പറയുന്നത് ഇനി ഇംഗ്ലീഷ് മരുന്ന് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് പോയത്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ശ്വാസം മുട്ടിന് ഒരുപാട് മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നത്. ഞാൻ തിരിച്ച് വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മമ്മേനെ പോലെ തന്നെ തോന്നിക്കുന്നത്. എനിക്കൊരു ഉമ്മാമ്മേനെ കണ്ട് ഉമ്മാമ്മേനോട് ഞാൻ ലോഗ്യം പറഞ്ഞ് എടുത്തേക്കാണ് പോകേണ്ടതെന്നെല്ലാം ചോദിച്ച് അന്നേരം പറഞ്ഞ് എനിക്ക് 5-ാം മൈൽ കതിരൂർ ഇറങ്ങണം എന്നെല്ലാം പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഉമ്മാമ്മക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് എൻ്റെ അമ്മമ്മേനെ ഓർമ്മ വന്ന്. അപ്പോൾ എല്ലാവർക്കും ബൈ.